بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോ 113 താഹ സൂറത്തിൽ നിന്നുള്ള 91-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഹാറൂൻ നബി അലൈഹിസ്സലാം അവരെ ഉപദേശിക്കുന്നതാണ്. 90-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഖാല ലഹും ഹാറൂനു മിൻ ഖബൽ യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാൻ ഫത്തബിഊനി വഅതിഉ അംരി. പശുക്കുട്ടിക്ക് ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരെ ഉപദേശിക്കുക. വലഖദ് ഖാല ലഹും, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാറൂൻ നബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങളോട്. മിൻ ഖബലു, മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നമാ ഫുത്തിൻതും, തീർച്ചയായും നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായിരിക്കുകയാണ്. പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനാൽ നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ തെരഞ്ഞുകൊണ്ട് തൂര് സീനാ പർവ്വതത്തിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു ഇവിടെ വന്നിട്ടുണ്ട്. അതായത് പശുക്കുട്ടി, അതാണ് ദൈവം ഇവിടെ വന്നിട്ടുണ്ട് എന്നാ അവർ പറഞ്ഞു കൊടുത്തത് ജനങ്ങളോട്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആള് സാമിരിയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനാൽ നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. വഇന്ന റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവ് അർ റഹ്മാനും, സർവലോക രക്ഷിതാവായ, എല്ലാവരെയും സംരക്ഷിക്കുന്ന റഹ്മാനായ അള്ളാഹു ആണ് നിങ്ങളുടെ രക്ഷിതാവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം, എന്നോട് നിങ്ങൾ പിൻപറ്റണം എന്ന ഹാറൂൻ നബി അവരോട് പറഞ്ഞു. ഫത്തബിഊനി, എന്നെ പിൻപറ്റുക നിങ്ങൾ. വഅതിഉ അംരി, എൻ്റെ കൽപ്പന നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 91-ാമത്തെ ആയത്ത് മുതൽക്കാണ്. അതിനുള്ള മറുപടി അവരെന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഖാലു, അവർ പറഞ്ഞു. ആര്? ജനങ്ങൾ പറഞ്ഞു. പശുക്കുട്ടിക്ക് ആരാധിക്കുന്ന ജനങ്ങൾ പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു, ലൻ അബ്റഹ അലൈഹി, ഞങ്ങൾ ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൻ്റെ മേൽ ഞങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ആക്കിഫീനാണ്, ഞങ്ങൾ അത് സ്ഥിരമായി ഞങ്ങൾ അതിൽ ആരാധനയിൽ മുഴുകിക്കൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഏതുവരെ? ഹത്താ യർജിഅ ഇലൈന മൂസ, ഹത്താ യർജിഅ, മടങ്ങി വരുന്നത് വരെ, ഇലൈന, ഞങ്ങളിലേക്ക്. മൂസ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ ഈ പശുക്കുട്ടിക്ക് ആരാധിക്കുന്നതിൻ്റെ മേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു മാറ്റം വരില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞ ഇതിന് ഒരു അനുസരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഖാലു ലൻ നസാൽ മുഖീമീന അലാ ഇബാദത്തിൽ അജ്ൽ, പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൻ്റെ മേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും, ഒരു മാറ്റമില്ല. ഹത്താ യഊദ ഇലൈന മൂസ ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ നന്ദുറ ഫിൽ അംരി, അപ്പം ഞങ്ങൾ ഇക്കാര്യത്തെപ്പറ്റി ഒരു പുനർചിന്തനം നടത്തും. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതാ തഫ്സീറാണ് ഇപ്പം ഞാൻ വായിച്ചത്. ഖാലൂ ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. ഇത് ഇങ്ങനെ
ഹാറൂൻ നബി അവർ ഉപദേശത്തിനുള്ള മറുപടിയും കിട്ടി. 91-ാമത്തെ ആയത്ത്. മൂസ നബി വന്ന് നോക്കുമ്പോൾ കണ്ടത് ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ കാല മൂസ നബി ചോദിച്ചു, യാ ഹാറൂനെ, മാ മനാക്ക, നിന്നെ തടഞ്ഞത് എന്തെന്നാണ്? ഇത് റായിത്തവും, നീ ജനങ്ങളെ കണ്ടപ്പോൾ, ലല്ലു, അവർ പിഴച്ചുപോയതായിട്ട് കണ്ടപ്പോൾ. പശുക്കുട്ടിയെ ആരാധിക്കുകയാണല്ലോ. അള്ളാഹുവിനെ, സർവശക്തനായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നപ്പോൾ അവർ അതിൽ നിന്ന് തെറ്റിയിട്ട് പശുക്കുട്ടിയെ ആരാധിക്കണം. വിഗ്രഹാരാധനയിലാണ് അവർ മുഴുകിയിട്ടുള്ളത്. അപ്പോൾ അവർ പിഴച്ചുപോയി, അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കാഫിറായി കഴിഞ്ഞു. ഇങ്ങനെ അവരായപ്പോൾ അവരെ തടയാതിരിക്കാൻ നീ എന്താണ് കാരണം ഹാറൂനെ എന്ന് മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുക ഹാറൂനോട്. ഈ ചോദിക്കുന്ന സന്ദർഭം വെറുതെ അങ്ങ് ചോദിക്കുകയല്ല. മൂസ നബിക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള ദേഷ്യം, ഇവിടെ പശുക്കുട്ടിക്ക് ആരാധിച്ചതാണ് രംഗം. ആ രംഗത്തെ സംബന്ധിച്ച് മൂസ നബി വിലയിരുത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ ശക്തിയായ ദേഷ്യം, ഇത് ചെയ്തവരോടും ചെയ്യിച്ചവരോടും ശക്തിയായ ദേഷ്യമുണ്ട്. പിന്നെ ഹാറൂൻ നബി ഈ ദേഷ്യത്തിലാണ് ഹാറൂൻ നബിയോടാണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഹാറൂൻ നബിയോട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അഹ്റാഫ് സൂറത്തിൽ 142-ാമത്തെ ആയത്തിൽ പറയുന്നത്, وَوَعَدْنَا مُوسَى 30 لَيْلَةً وَأَتْمَمْنَاهَا ب10 فَتَمَّ مِيقَاتُ رَبِّهِ 40 لَيْلَةً وَعَدْنَا مُوسَى 30 يَوْمًا لَيْلَةً 30 രാത്രി മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അത്മംനാഹ, അല്ല പറയാണ്, എന്നിട്ട് നമ്മൾ അതിനെ പൂർത്തീകരിച്ചു ബി10 മറ്റൊരു 10 രാത്രി കൊണ്ട്. അപ്പോൾ തമ്മ മീഖാത്തു റബ്ബിഹി, അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ച് പൂർണ്ണമായി 40 ലൈലത്തൻ 40 രാത്രി പൂർത്തിയായി. അപ്പോൾ അള്ളാഹു തൂരസീന പർവ്വതത്തിലേക്ക് വരാൻ പറഞ്ഞു. 40 ദിവസമാണ് മൂസ നബിക്ക് അള്ളാഹു താല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തിനാ? തൗറാത്ത് വാങ്ങുക, അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് നടത്താൻ. മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സന്ദർഭമാണ്, കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ വരലായിരുന്നു. പിന്നെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണം നടന്നത് പ്രത്യേകമായിട്ട് മേറാജിൻ്റെ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഇത് റിസാലത്തും നുബുവത്തും ഒക്കെ അള്ളാഹു തആല മൂസ നബിക്ക് കൊടുക്കുന്നത് നേരിട്ട് സംസാരിച്ചപ്പോൾ ഈ 142-ാമത്തെ ആയത്തിന് ശേഷമായിട്ട് അഹ്റാഫ് സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, റബ്ബി അരിനി അൻദുറിലേക്ക്, പടച്ചവനെ നിന്നൊന്ന് കാണണമെന്നുണ്ട്. അള്ളാഹുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂസ നബിക്ക് അള്ളാഹിനായിട്ട് സംസാരിക്കണതല്ല, കാണണം എന്നുള്ള അത്യാഗ്രഹം വന്നപ്പോൾ റബ്ബി അരിനി അൻദുറിലേക്ക്, ഞാൻ നിന്നൊന്ന് കാണട്ടെ പടച്ചോനെ, എനിക്ക് കാണിച്ചതായിരുന്നു എന്ന്. അപ്പോൾ കാലന്തരാനി, നിന്നെ കാണാൻ പറ്റില്ല നിനക്ക് എന്നത് തീർത്ത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറയണ്ട അവിടെ. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടിയും തൗറാത്ത് നൽകാൻ വേണ്ടിയും ആണ് അള്ളാഹു തആല 40 രാത്രി നിശ്ചയിച്ചിട്ടുള്ളത്. അത് 20 രാത്രി എത്തിയപ്പോൾ തന്നെ ഇവർ പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. 20 ദിവസമായിട്ടുള്ളത്. അപ്പം തന്നെ പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. ഈ വിവരം അള്ളാഹുവിൽ നിന്ന് തന്നെ അറിഞ്ഞത്, നിന്റെ ആളുകൾ പശുക്കുട്ടിയെ ആരാധിക്കാവുന്ന നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു മൂസ നബിക്ക്. അങ്ങനെ മൂസ നബി വരുന്നത് വളരെയധികം ദുഃഖിതനായിട്ടും ഇതൊക്കെയാണെന്ന് വരുന്നത് എന്ന് പറഞ്ഞല്ലോ അവൾ. അങ്ങനെ വന്നിട്ട് മൂസ നബി ഹാറൂൻ നബിയോട് ചോദിക്കുന്നതാണ് രംഗം. ഈ ചോദിക്കുന്ന രംഗത്ത് പിന്നെ
സാധാരണ നിലക്കുള്ള ഒരു ചോദ്യമല്ല. ശക്തിയായ ദേഷ്യമുണ്ട്, ദുഃഖം മറ്റൊരു നിലക്കുണ്ട്. ഇതൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടല്ല, ആ ആ ദേഷ്യത്തോടു കൂടിയാണ് വലത്തെ കൈ കൊണ്ട് ഹാറൂൻ നബിയുടെ തലമുടി പിടിച്ചു, വലത്തെ കൈ കൊണ്ട് താടിയും പിടിച്ചു വലിച്ച മൂസ നബിയുടെ അടുത്തേക്ക് വലിക്കുകയാണ് ഹാറൂൻ നബിന്. അത് ശക്തിയായ ദേഷ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ദേഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഹാറൂൻ, എന്ത് പണിയാണ് നീ ചെയ്തത്? സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ നിലയിലാവും. അത് നമ്മൾക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസ നബിക്ക് ശക്തിയായ ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തോടു കൂടി തലയും താടിയും ഒക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് ഹാറൂൻ നബീനെ മൂസ നബിയിലേക്ക് വലിച്ച് നീക്കുകയാണ്. അപ്പം ആ നിലയിലാണ് മൂസ നബിയോട് ചോദിക്കുന്നത്, ഇത് റഅയ്തഹും വല്ലു, അവർ പിഴച്ചത് നീ കണ്ടപ്പോൾ, അല്ലാ തത്തബിയാനി, എന്നോട് നീ പിൻപറ്റാതിരിക്കാൻ എന്താണ് നിനക്ക് തടസ്സമുണ്ടായത്? അഫ അസൈത്ത് അംരി, എൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണോ നീ ചെയ്തത്? അപ്പോൾ അവർ പിഴച്ചതായിട്ട് നീ കണ്ടപ്പോൾ എന്നോട് നീ പിൻപറ്റാതിരിക്കാൻ എന്താണ് കാരണം? എന്താ മൂസ നബിയോട് പിൻപറ്റാന്ന് പറഞ്ഞത്? മൂസ നബി ഒക്കെ കൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്, കാര്യങ്ങളൊക്കെ ഉണർത്തിയിട്ടാണ് പോയത്. അത് ഇതേ ഈ 142 ആയത്തിൽ പറയുന്നുണ്ട്, ഖാല മൂസ ലി അഖീ ഹാറൂൻ ഉഖ്ലുഫ്നി ഫീ ഖൗമി അസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. മൂസ നബിയോട് പറഞ്ഞു ഹാറൂൻ നബിയോട് മൂസ നബി പറഞ്ഞു, ഈ പോവേണ്ട ഈ 40 രാത്രിയുടെ ഒരു ദൗത്യം മൂസ നബിക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടേക്ക് പോവേണ്ട ഒരുക്കമായി. ആ ഒരുക്കമായ സമയത്ത് ഹാറൂൻ നബിയെ വിളിച്ചിട്ട് മൂസ നബി പറഞ്ഞു, ഉഖ്ലുഫ്നി ഫീ ഖൗമി, എൻ്റെ ഖൗമിൽ നീ ഖലീഫയാവണം, എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നീ ഖലീഫയാവണം, കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. അസ്ലിഹ്, നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. നീ വലാ തത്തബിഅ, നീ പിൻപറ്റരുത് സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ വഴിയെ നീ അവലംബിക്കരുത് എന്നുള്ളതൊക്കെ മൂസ നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഹാറൂൻ നബിയോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചത്, അഫ അസൈത്ത അംരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചില്ലേ എന്ന് 93 ആയത്തിൽ പറഞ്ഞത്. അഫ അസൈത്ത അംരി, എൻ്റെ ആജ്ഞയെ നീ ധിക്കരിച്ചു അല്ലേ എന്നുള്ളത്. അപ്പോൾ ഹാറൂൻ നബി ഇതിനെ എങ്ങനെയാണ് ഈ രംഗത്തെ പ്രതികരിച്ചത് അല്ലെങ്കിൽ നേരിട്ടത്, ഫേസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കണം. 94 ആയത്താണ് ഇനി എടുക്കുന്നത്. ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹ്യതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി. 96 ആയത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന ഉമ്മ, എൻ്റെ ഉമ്മാടെ മകനെ, ലാ തഖുദ്, നീ പിടിക്കരുത്, ബിലിഹ്യത്തി, എൻ്റെ താടിയും, വലാ ബിറഅസി, എൻ്റെ തലമുടിയും നീ പിടിച്ചു വലിക്കല്ലേ എന്ന് ഉമ്മാടെ മോനെ എന്ന് വിളിച്ചിട്ടാണ് മൂസ നബിയെ അഭിസംബോധന ചെയ്യുന്നത്. ഉമ്മാടെ മോനെ എന്ന് പറഞ്ഞാൽ ഉമ്മാടെ പേര് പറയുമ്പോൾ അല്പമെങ്കിലും ഒരു ദയ എന്നോടുണ്ടാവും, ഒരു അനുകമ്പ തോന്നും, റഫത്ത് തോന്നും. അതിൻ്റെ പേര് എന്നുദ്ദേശിച്ചിട്ടാണ് ഹാറൂൻ നബി ഉമ്മാടെ മോനെ എന്ന് പറഞ്ഞത്. യബ്ന ഉമ്മി എന്നാണ് അത്. ആ ഉമ്മി എന്നുള്ള മീമിൻ്റെ ശേഷമുള്ള യാ കളയാം, അങ്ങനെ കളഞ്ഞിട്ട് പറയും. അപ്പോൾ യബ്ന ഉമ്മ, എൻ്റെ ഉമ്മയുടെ മകനെ, ലാ തഖുദ്, നീ പിടിക്കല്ല, ബിലിഹ്യത്തി, എൻ്റെ താടിയും, വലാ ബിറഅസി, എൻ്റെ താടിയും തലമുടിയും പിടിച്ചു വലിക്കല്ല, ഇന്നി, തീർച്ചയായും ഞാൻ, ഖശീതു, ഞാൻ ഭയപ്പെട്ടു, അൻ തഖൂല, നീ പറയുമെന്ന്. എന്ത് പറയാ? ഫറഖ്ത, നീ ഭിന്നിപ്പുണ്ടാക്കി,
ഹാറൂനെ നീ ഭിന്നിപ്പുണ്ടാക്കി ബൈന ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളുടെ ഇടക്ക് ഭിന്നിപ്പുണ്ടാക്കി. വലം തർക്കുബ്, നീ കാത്തു നിന്നില്ല കൗലി, എൻ്റെ വാക്കിന് വേണ്ടി. എൻ്റെ വാക്കിന് വേണ്ടി കാത്തു നിന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നവരെ ഒന്ന് കാത്തു നിൽക്കാമായിരുന്നില്ലേ? ഇവരെ ഇങ്ങനൊക്കെ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് നീ പറയും. ഇത് പേടിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ കാര്യമായിട്ടൊന്നും പറയാൻ. ഞാൻ അവരെ ഉപദേശിച്ചു. ഉപദേശിച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ ആയത്ത്. അവർ ഉപദേശിച്ചു. പിന്നെ ഞാൻ ശക്തി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ളൊരു യുദ്ധം നടക്കുമോടെ. അങ്ങനെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിന്നിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വരും എന്ന് ഞാൻ ഭയന്നു. ഈ ഭയന്നതിൻ്റെ പേരിലാണ് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് തുനിയാതിരുന്നത് എന്നുള്ള കാര്യം മൂസ നബിയോട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മൂസ നബി പിന്നെ സാമിരിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കാല ഫമാ ഖത്ബുക യാ സാമിരി, സാമിരി നിനക്ക് എന്താണ് പ്രശ്നം, നിന്റെ കാര്യം എന്താണ് എന്നുള്ളതാ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാ ചോദിക്കുന്നത്. ഈ ആയത്ത് മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് എടുക്കാം. ഇപ്പോൾ 95 വരെ ആയത്തുകളാണ്. 94-ാമത്തെ ആയത്ത് എടുത്തത്. 95 മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.